ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ ഇന്നത്തെ ഏഞ്ചൽ മെസ്സേജ് നോക്കാൻ പോണ കേട്ടോ. ഇന്നത്തെ ഏഞ്ചൽ മെസ്സേജ്. അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ് കേട്ടോ. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക. ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ കാണുന്നത്, നിങ്ങൾ കാണേണ്ട ടൈമിലാണ് ഇത് കാണുന്നത്. അപ്പൊ നിങ്ങൾക്കിത് റെസനേറ്റ് ആയിക്കൊള്ളും. പിന്നെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്കും ടാരോട്ട് റീഡിംഗ് കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്ട് ചെയ്യാമേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ ഏഞ്ചൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ബാലൻസ്, ചാരിയോട്ട്, ദ വേൾഡ്, ലവേഴ്സ്, എയ്റ്റ് കപ്പ്, ഏസ് ഓഫ് സോർഡ്സ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നിങ്ങളുടെ ഏഞ്ചൽ മെസ്സേജ്, ഏഞ്ചലിന് നിങ്ങളോട് ഇന്ന് പറയാനുള്ള കാര്യങ്ങൾ, എല്ലാ ഏഞ്ചൽ മെസ്സേജസ് ആട്ടോ. അപ്പൊ നിങ്ങൾക്ക് ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ട്രൂ ലവ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ട്രൂ ലവ്, അതായത് നിങ്ങൾക്ക് ട്രൂ ലവിനെ നിങ്ങൾ കണ്ടുമുട്ടാൻ പോകുന്നുണ്ട്. ട്രൂ ലവ് നിങ്ങളിലേക്ക് വന്നെത്താൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ട്രൂ ലവ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നു. നിങ്ങൾക്ക് നല്ല ഇന്റിമേറ്റ് ഫ്രണ്ട്ഷിപ്പ് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, സ്ട്രോങ് ആയിട്ടുള്ള ലവ്, അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള മാരേജ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, നിങ്ങൾ ചേരേണ്ട ജോഡി ലവേഴ്സ് ആണ്. ട്വിൻ ഫ്ലെയിം, സോൾമേറ്റ് ഒക്കെ പറയുന്ന കാർഡുകളാണ്. അതായത് ഡീപ്പ് ലവ് ആണ്. അത് ഫ്രണ്ട്ഷിപ്പിലാവാം, ലവിലാകാം, ഫാമിലി ലൈഫിലാവാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള ഫാമിലി ലൈഫിലാകാം. അപ്പോൾ ഏതൊരു രീതിയിലായാലും നിങ്ങളുടെ ട്രൂ ലവ് ആണ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും അസുഖത്തിന് അടിമപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ആ രോഗത്തിൽ നിങ്ങൾ റിക്കവർ ചെയ്യാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ രോഗം ഭേദമാകാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ അസുഖം ഭേദമാകാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് റിലീഫ് കിട്ടുന്നത്. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിഷമം അല്ലെങ്കിൽ അതിൽ സാഡായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് റിലീഫ് കിട്ടുന്നത്, അതിൽ നിങ്ങൾക്ക് മോചനം ലഭിക്കാനായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേരേണ്ടതായിട്ടുള്ള ഒരു ജോഡി തന്നെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രൂ ലവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേരേണ്ട യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ചേരേണ്ട വ്യക്തിയെ നിങ്ങൾക്ക് കാട്ടിത്തരുന്നു. നിങ്ങൾക്ക് പുതിയ വിവാഹ ആലോചനകൾ വരുന്നു, അത് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആരോ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷെ നിങ്ങളെ ബേഡ്സ് ആരോ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകുന്നു. ഒരുപക്ഷെ പോയിട്ടുണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ റിമൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ വേണ്ടാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തോ ഉപേക്ഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഉപേക്ഷിക്കുന്ന, ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ഉപേക്ഷിച്ച് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നുണ്ട്, നിങ്ങൾ ഏതെങ്കിലും യാത്ര വേണ്ടെന്ന് വെക്കുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൗസ് നിങ്ങൾക്ക് ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്, വിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ എന്തോ നിങ്ങളുടെ പ്രിയപ്പെട്ടതായിട്ടുള്ള എന്തൊക്കെയോ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വിട്ട് കളയേണ്ടതായിട്ട്, അല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടതായിട്ട്, അല്ലെങ്കിൽ വളരെ വിഷമത്തോടെ അതിനെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനത്തെ ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഏതോ ഒരു കാര്യത്തിൽ ഒരു സക്സസ് ഉള്ളൊരു ദിവസമാണ്. ഏതോ ഒരു കാര്യം, ഒരുപക്ഷെ നിങ്ങളുടെ എക്സാം റിസൾട്ട് ആണെന്ന് തോന്നുന്നു. ഏതെങ്കിലും എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ആണെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ സക്സസ് ആണ്, ബ്രില്യൻറ്റ് സക്സസ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സക്സസ് കാണുന്നുണ്ട്. നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ദിവസത്തെ നിങ്ങൾ ആഘോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സന്തോഷപൂർവ്വം നിങ്ങൾ എന്തൊക്കെ ആഘോഷിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ ആനന്ദകരമായ, സന്തോഷകരമായ ഒരു ദിവസമാണ് നിൽക്കുന്നത്. പല കാര്യങ്ങളും നിങ്ങൾ സന്തോഷപൂർവ്വം ഇന്ന് ആഘോഷിക്കുന്നതായിട്ട് കാണുന്നു. പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷം കൊണ്ടുവരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത എന്തോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പോലും
നിങ്ങൾക്ക് പറ്റുന്നതിനേക്കാൾ അധികം എന്തോ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു പ്രൗഡ് തോന്നുന്നു, അഭിമാനം തോന്നുന്നു, എന്തോ കാര്യം നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നതിനേക്കാൾ അധികമായിട്ട് എന്തോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അത് എന്തോ നിങ്ങളത് ചെയ്തിട്ട് മറ്റുള്ളവരുടെ ഒരു പ്രശംസ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഒരു പ്രൗഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു പ്രൗഡ് അല്ലെങ്കിൽ ഒരു അഭിമാനം തോന്നുന്ന നിമിഷങ്ങൾ കാണുന്നുണ്ട് ചില കാര്യങ്ങളിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. നല്ലൊരു എമൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സാലറി നിങ്ങൾക്ക് ലഭിക്കുന്നാവാം. നിങ്ങൾക്ക് അതിൽ അഭിമാനം തോന്നുന്നുണ്ടാവാം. അങ്ങനെ എന്തോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തോ ഒരു വണ്ടി വാങ്ങിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വസ്തു വാങ്ങുമോ, വീട് വാങ്ങുമോ, അല്ലെങ്കിൽ എന്തോ നിങ്ങൾ ഒരു കാർ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തോ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ട് എന്തോ ഒരു കാര്യം നേടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ സ്വർണം വാങ്ങുകയോ എന്തെങ്കിലും നിങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടാവാം. അതിന് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു പ്രൗഡ് അഭിമാനം തോന്നാനായിട്ട് കാണുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ല ജോലിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാം എഴുതിയിട്ടുണ്ട്, പ്രൊമോഷൻ എഴുതിയിട്ടെങ്കിൽ നിങ്ങൾ അതിൽ സക്സസ് ആവുന്നുണ്ട്. നല്ലൊരു പ്രൊമോഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്, കൂടുതൽ സാലറിയോടുകൂടി. അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. പിന്നെ നിങ്ങൾക്ക് ചിലർക്ക് വിദേശത്ത് പോകാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിനായിട്ട് എന്തെങ്കിലും എക്സാം എഴുതി, ഇപ്പൊ IELTS OET ഒക്കെ പോലുള്ള എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ സക്സസ് ആണ് കാണുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ വിദേശത്തേക്ക് പോകാനുള്ള നിങ്ങളുടെ ലോൺ പാസ്സായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിസ വന്നിട്ടുണ്ടാവാം. അപ്പൊ അത് നിങ്ങളെ കാത്തിരുന്ന എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ വിദേശ യാത്ര നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ട് പ്ലെയിനിൽ കയറുന്നതിന്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഇന്ന് ഉള്ള ദിവസം ആരെങ്കിലും വിദേശത്തേക്ക് പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ ആദ്യമായിട്ട് പ്ലെയിൻ യാത്രയ്ക്ക് ഒരുങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ചിലരൊക്കെ. നിങ്ങൾ അതിന്റെ ഒരു സന്തോഷത്തിലാവാം. അങ്ങനെ എന്തോ നിങ്ങൾക്ക് ആദ്യമായിട്ട് ലഭിക്കുന്ന എന്തോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇന്ന് സന്തോഷമാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തായി നിങ്ങൾ ആദ്യമായിട്ട് നാട്ടിലേക്ക് വരുന്നുണ്ടാവാം, അങ്ങനെ അതിന്റെ സന്തോഷമാകാം. എല്ലാവരും നാട്ടിൽ വന്ന് കാണുന്നതിന്റെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വീട് വാങ്ങുന്നതിന്റെ സന്തോഷമാകാം. ആദ്യമായിട്ട് നിങ്ങളൊരു വീട് വാങ്ങുക, അല്ലെങ്കിൽ ഒരു വീട് വെക്കുകയാവാം. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഭൂമി വാങ്ങുന്നതിന്റെ സന്തോഷമാവാം, നിങ്ങളുടെ വീടിന്റെ പാലുകാച്ചിലിന്റെ സന്തോഷമാവാം. അങ്ങനെ എന്തൊക്കെയോ ഒരു സന്തോഷങ്ങൾ നിങ്ങൾ സ്വന്തമായി നേടിയതിന്റെ ഒരു സന്തോഷം ഇന്നത്തെ ദിവസം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഈ ലൈഫിലൊരു ബാലൻസിലും എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾ രണ്ട് കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ഒരുപക്ഷെ നിങ്ങളുടെ ലവറിന്റെ കാര്യത്തിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ വൈഫിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിലല്ല പോകുന്നെങ്കിൽ, നിങ്ങളുടെ ലൈഫ് ബാലൻസിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിൽ തന്നെ കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ചില പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങൾ കാരണം നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട്. സെൽഫ് കൺട്രോൾ വേണമെന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമ കാണിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങൾക്ക് എടുത്തുചാട്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ക്ഷമ കാണിക്കാൻ പറയുന്നുണ്ട്. വളരെ എന്തെങ്കിലും ഒരു ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നല്ല രീതിയിൽ നല്ലവണ്ണം ഒന്ന് ആലോചിച്ചതിന് ശേഷം തീരുമാനം എടുക്കുക. ഒന്ന് ക്ഷമയോടുകൂടി കുറച്ച് ക്ഷമ വേണമെന്ന് പറയുന്നുണ്ട്. കുറച്ച് ക്ഷമിക്കാൻ പറയുന്നുണ്ട് ആരോടൊക്കെയോ. അല്ലെങ്കിൽ ഒരു സെൽഫ് കൺട്രോൾ, നിങ്ങളെ ഒന്ന് നിയന്ത്രിക്കാൻ പറയുന്നുണ്ട്. എന്തെങ്കിലും കാര്യത്തിന് വളരെ ദേഷ്യമുള്ളവരാണെങ്കിൽ നിങ്ങളെ ഒന്ന് നിയന്ത്രിക്കാൻ പറയുന്നുണ്ട്, കൺട്രോൾ ചെയ്യാൻ പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിൽ പോകുന്ന ഒരു കാര്യത്തിനും നിങ്ങൾക്ക് എടുത്തുചാട്ടം പാടില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് ഒരു എഫേർട്ട് കൊടുക്കുന്നു കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ലവറിന്റെ കാര്യത്തിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കാര്യത്തിലാവാം. കൂടുതലായിട്ട് അവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അവരുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയൊക്കെ നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടാവാം. അല്ലാതെ അങ്ങനെ പോവാതെ ഒരു ബാലൻസിൽ നിങ്ങളുടെ കാര്യത്തിനും പ്രാധാന്യം കൊടുക്കണം, നിങ്ങളുടെ കാര്യത്തിനും വാല്യൂ കൊടുക്കുക, അവരുടെ കാര്യത്തിനും കൊടുക്കുക. അങ്ങനെ ഒരു ബാലൻസിൽ പോവുക. ഏതൊരു കാര്യം, ഈ ഒരു കാര്യമില്ല, ഏത് കാര്യം ലൈഫ് ഒരു ബാലൻസിൽ കൊണ്ടുപോകാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വളരെ കെയർഫുൾ ആയിട്ടിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ചില കാര്യങ്ങൾക്ക് കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കാനായിട്ട് പറയുന്നുണ്ട്.
വളരെ ലോജിക്കായിട്ട് പല കാര്യങ്ങൾക്കും തീരുമാനം എടുക്കാൻ കഴിയുന്നവരായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾക്ക് നിങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെയധികം പല കാര്യങ്ങൾക്ക് നിങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. എന്തോ കാര്യങ്ങൾ നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും എക്സാം ഇപ്പൊ ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും എക്സാം റിസൾട്ട് പ്രതീക്ഷിക്കുന്നെങ്കിൽ നിങ്ങളുടെ ആ കഴിവിനപ്പുറമായിട്ടായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾ വളരെ ബ്രില്യൻ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിമിഷങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങളുടെ ആ ഒരു മികച്ച കഴിവിനെ നിങ്ങൾ കാണിക്കുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു ബ്രില്യൻ്റ് ആണ് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. വളരെ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ചാരിയട്ട് നിങ്ങൾക്ക് ആർക്കൊക്കെയോ ഇന്നത്തെ ദിവസം എന്തെങ്കിലും റിവാർഡ് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയോ നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. റിവാർഡായിട്ടാവാം, മണി ആയിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നല്ല സാലറി ലഭിക്കുന്നുണ്ടാവാം, പ്രൊമോഷൻ ലഭിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർഡ് വർക്കിന്റെ ഫലമായി നല്ല ജോലി ലഭിക്കുന്നുണ്ടാവാം. എന്തായാലും നല്ലൊരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നല്ല രീതിയിലൊരു സക്സസ് നിങ്ങൾക്ക് എന്തൊക്കെയോ അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ സ്പീഡിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട്, സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ചിലരുടെ ലൈഫിലേക്ക് മിറക്കിൾസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലർ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഏതോ ഒരു അതിഥി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത നിങ്ങൾക്ക് എന്തോ ഒരു ഗിഫ്റ്റ് ലഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ എന്തൊക്കെയോ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലധികമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ചിലർക്ക് ഇനി ലോട്ടറി ഒരുപക്ഷെ ലോട്ടറി അടിച്ചേക്കാം. അതേ രീതിയിൽ ലോട്ടറി അടിക്കാനുള്ള സാധ്യത ചിലർക്ക് കാണുന്നുണ്ട്. അതായത് കയ്യിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പണം ലഭിക്കാനുള്ള ഒരു സാധ്യത ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് യാത്ര കാണുന്നതിടയ്ക്ക് നിങ്ങൾക്ക് യാത്ര പുറപ്പെടാനായിട്ട് തയ്യാറെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ചിലര് യാത്ര പോയവര് നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്തായാലും ഒരു യാത്ര കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ റീഡിംഗ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷത്തിന്റെയും അത്ഭുതങ്ങളുടെയും ഒക്കെ ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് ഇന്ന് തരുന്ന ഏഞ്ചൽ മെസ്സേജ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഏഞ്ചൽ മെസ്സേജ് ഇതാണ് കേട്ടോ. റെസനേറ്റ് ആയവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.